കോഴിക്കോട്ടെ 2 ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം വന്നു. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിനെയും പേരാമ്പ്രയിലെ ഡിവൈഎസ്പി സുനിൽകുമാറിനെയുമായിട്ട് ആണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സ്ഥലം മാറ്റിയത് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിൽ ഇരുവർക്കുമെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. ദീപക് തർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ലോക യാത്രയൊക്കെ കഴിഞ്ഞ് ദീപാവലി ദിനം എത്തിയതിൽ സന്തോഷം. ഗുഡ് മോർണിംഗ് പറയൂ. വെരി ഗുഡ് മോർണിംഗ്. SKNനും നമ്മുടെ ടീമിനും ദീപാവലി ആശംസകൾ. യാത്രയൊക്കെ സുഖകരമായിരുന്നു. നല്ലപോലെ വാർത്തകളും ചെയ്യാൻ പറ്റി SKN. ഈ വാർത്തയിലേക്ക് വരുമ്പോൾ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ കയ്യേറ്റം, അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു, പോലീസിൻ്റെ ഒരു നടപടി ഉണ്ടാകുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ സമരങ്ങളും തുടർന്നിരുന്നു. ഇതിനിടയിലാണ് 2 ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റം. അത് ഒന്ന് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദും മറ്റൊന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി, സംഘർഷം നടന്ന സബ് ഡിവിഷൻ്റെ ഡിവൈഎസ്പി ആയ സുനിൽകുമാറുമാണ്. ഇവരെ രണ്ടുപേരെയും മാറ്റിയിരിക്കുന്നു. ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സബ് ഡിവിഷനിലേക്ക്, നോർത്ത് സബ് ഡിവിഷനിലേക്കും, അതുപോലെ തന്നെ സുനിൽകുമാറിനെ കോഴിക്കോട് ക്രൈംബ്രാഞ്ചിലും, ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയത്. ഏതായാലും ഈ മാറ്റം ഇതേ തുടർന്നാണ് എന്നുള്ളതാണ് പ്രചരണം. പക്ഷേ എന്നാൽ പോലീസ് തലപ്പത്ത് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഇത് സ്വാഭാവികമായ സ്ഥലം മാറ്റം, അതായത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് അതാത് സബ് ഡിവിഷനിൽ നിന്നും, അതായത് തങ്ങളുടെ സ്വന്തം താലൂക്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല, സ്വാഭാവികമായും മാറ്റേണ്ടി വരും. ഞാൻ അല്പം മുൻപ് പോലീസ് മേധാവിയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹവും പറയുന്നത് ഇതൊരു സ്വാഭാവിക സ്ഥലം മാറ്റം മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സംഭവത്തിൽ, ഈ സംഘർഷത്തിനിടയിൽ ഹരിപ്രസാദിന് പരിക്കേറ്റിട്ടുണ്ട്. ഹരിപ്രസാദ് ഇപ്പോഴും ചികിത്സയിലാണ്, അദ്ദേഹം മെഡിക്കൽ അവധിയിലുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നടപടിയുടെ ഭാഗമായൊരു സ്ഥലം മാറ്റം സ്വാഭാവികമായി നടക്കുകയുമില്ല SKN. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ കോളേജ് ACP ആയ ഉമേഷിനെയാണ് വടകരയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുന്നു. ഈ മാറ്റത്തിന് രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ എന്നാൽ പോലീസ് തലപ്പത്ത് നിന്നും ഇത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്വാഭാവിക സ്ഥലം മാറ്റം മാത്രമായാണ് അറിയിക്കുന്നത് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.